ദ ലിവിങ് ലെഗസി എന്ന പുസ്തകത്തിൽ മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം രാത്രിയിൽ ഒരു കുഷ്ഠരോഗി മഠത്തിൻ്റെ വാതിലിൽ മുട്ടി. മദർ വാതിൽ തുറന്നപ്പോൾ പാതി അറ്റുപോയ വിരലുകൾക്കിടയിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഭിക്ഷാപാത്രം നീട്ടിക്കൊണ്ട് ആ കുഷ്ഠരോഗി പറഞ്ഞു, മദറിന് ഈ ലോകത്തിലെ വലിയൊരു സമ്മാനം കിട്ടിയെന്ന് കേട്ടു. ഈ പാത്രത്തിലുള്ളത് മദറിന് എൻ്റെ വകയുള്ള സമ്മാനമാണ്, ഇന്നത്തെ എൻ്റെ സമ്പാദ്യം. എണ്ണി നോക്കിയപ്പോൾ അത് 72 പൈസയുണ്ടായിരുന്നു. അത് എണ്ണി നോക്കി മദർ തെരേസ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് നോബലിനേക്കാൾ എനിക്ക് കിട്ടിയ വലിയ സമ്മാനം. മദർ തെരേസ എന്ന വിശുദ്ധ തൻ്റെ ജീവിതം കൊണ്ടുകൊടുത്ത വേഷമായിരുന്നു നീലക്കരയുള്ള വെള്ളസാരി. അതിനൊരറ്റം തലയിൽ പുതച്ച് നോബൽ സമ്മാനമടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ തേടി വന്നപ്പോഴും 10 അടി നീളവും 6 അടി വീതിയുമുള്ള ചെറിയ മുറിയിൽ 44 വർഷം കഴിച്ചുകൂട്ടിയ കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ തൻ്റെ ജീവിത ലാളിത്യം വഴി ലോകത്തെ പഠിപ്പിച്ചത് ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെ ആയിരിക്കണം എന്നതാണ്. ദൈവപുത്രനായിരുന്നിട്ടും പുൽക്കൂടിൻ്റെ ലാളിത്യത്തിലേക്ക് വന്നു പിറന്ന ക്രിസ്തുവും പറയാൻ ശ്രമിച്ചത് ഈ ലാളിത്യമാണ്. പുൽക്കൂടു തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു എന്ന ആബേലച്ചൻ എഴുതിയ വരികൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയായിരുന്നു. മദർ തെരേസ മാത്രമല്ല, ജീവിതത്തിൽ ലാളിത്യം അനുവർത്തിച്ച ഓരോ വിശുദ്ധനും അനുകരിച്ചത് ക്രിസ്തുവിനെയാണ്. ജീവിത ലാളിത്യം പഠിക്കാൻ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ മാത്രം നോക്കിയാൽ മതി. മറ്റാരുടെയോ കാലിത്തൊഴുത്തിൽ പിറന്ന്, മറ്റാരുടെയോ കുരിശിൽ മരിച്ച്, മറ്റാരുടെയോ കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ അവൻ തിരഞ്ഞെടുത്ത വഴികളിൽ എല്ലാം എളിമ നെടലിച്ചിരുന്നു. പിശാചിന്റെ പ്രലോഭനത്തിന് വഴങ്ങി ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടി മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് ആളുകളെ ആകർഷിച്ച് എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ളതായിരുന്നില്ല അവൻ്റെ ജീവിത ദൗത്യം. അതുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ്റെ കൂട്ടുകാരനായി നടന്ന് വഞ്ചിയുടെ അമരത്തിറങ്ങി ദാഹിച്ചപ്പോൾ കൈനീട്ടി അവനോട് സാധാരണക്കാരെ പോലെ അവൻ പെരുമാറിയത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒന്നും ആകസ്മികമായിരുന്നില്ല. പുൽക്കൂട്ടിൽ വന്നു പിറക്കുന്ന ദൈവം രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു. പുൽക്കൂട്ടിൽ പിറന്നവന് അഭിമാനത്തോടെ പറയാൻ കഴിയും ലാളിത്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി. ആ ലാളിത്യം അവൻ്റെ വാക്കുകളിലും നിഴലിച്ചിരുന്നു. ആകാശത്തിലെ പക്ഷിയും വയലിലെ ലില്ലിയും പുളിമാവും വിധക്കാരനും വിധവയും അവൻ്റെ കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൻ പ്രകടമാക്കിയ യഥാർത്ഥ ലാളിത്യം പുൽക്കൂട്ടിൽ പിറന്നതിൻ്റെയോ കുരിശിൽ മരിച്ചതിൻ്റെയോ മറ്റാരുടെയോ കല്ലറയിൽ അടക്കപ്പെട്ടതിൻ്റെയോ അല്ല, മറിച്ച് ഒരു ചെറുകാറ്റിൽ പറന്നുപോയേക്കാവുന്ന ഗോതമ്പപ്പത്തോളം അവൻ ചെറുതായി എന്നതിലാണ് യഥാർത്ഥ ലാളിത്യം. മനുഷ്യനോളം ചെറുതായ ദൈവത്തിൻ്റെ കഥയല്ല, ഒരപ്പത്തോളം ചെറുതാകാൻ മാത്രം വലിപ്പമുള്ള ദൈവത്തിൻ്റെ കഥയാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. വിശുദ്ധ അഗസ്തിനോസിൻ്റെ വാക്കുകളിൽ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പുൽത്തൊട്ടിയിൽ അവിടെ അവൻ കിടക്കുന്നത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട അപ്പമായാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന നിത്യജീവൻ്റെ അപ്പം. ക്രിസ്തു പഠിപ്പിച്ച ലാളിത്യം അത് എത്രമാത്രം ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഞാൻ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ ക്രിസ്ത്യാനികളെ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം. ക്രിസ്തു പഠിപ്പിച്ച ലാളിത്യം അതെത്രമാത്രം ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. ഞാൻ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ ക്രിസ്ത്യാനികളെ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതം മറന്നു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പുൽക്കൂട്ടിലേക്ക് തിരികെ നമുക്ക് നടക്കാൻ സാധിക്കണം. സത്രം നഷ്ടപ്പെട്ടാലേ പുൽക്കൂട് സ്വന്തമാക്കാനാകൂ. ഈ ഒരു ചിന്ത മനസ്സിൽ കണ്ടുകൊണ്ട് നല്ലൊരു ഒരുക്കമുള്ള ക്രിസ്മസ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.